ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ സ്വന്തങ്ങളെ എല്ലാവർക്കും ഓക്കെ. ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളൊക്കെ പറഞ്ഞല്ലോ അല്ലേ, മേരി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, എന്താണ്ടോ വെച്ചാൽ അത് മുഴുവൻ കേട്ടോ. എനിവേ, ഇൻഫൻറ്റീസ്, ഉണ്ണീശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതായിരിക്കട്ടെ ക്രിസ്മസിനുള്ള ആശംസ കേട്ടോ. നമ്മുടെ സഹോദരങ്ങളെ ഒക്കെ കർത്താവിൻ്റെ നല്ലൊരു സന്തോഷത്തിൻ്റെ ദിവസമല്ലേ. കാര്യം കുറച്ച് ദുഃഖങ്ങളൊക്കെ കാണും, മനുഷ്യനല്ലേ, ജീവിതമല്ലേ. അതിൻ്റെ ഇടയിലൂടെ ഇത് ഇങ്ങനെ പോയി സന്തോഷത്തിലൊക്കെ ആയിത്തീരണം കേട്ടോ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദര കുഞ്ഞുങ്ങളെ, നിങ്ങളുണ്ടാക്കി പുൽക്കോടൊക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതെല്ലാം ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കി, ആത്മന വന്ന് നോക്കി കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെ പിന്നെ വേറെ പറയത്തെ വിശേഷങ്ങളൊന്നുമില്ല. കാരണവരെ കുർബാനയ്ക്കൊക്കെ പോയായിരുന്നല്ലോ അല്ലേ, സംസാരിച്ചായിരുന്നല്ലോ അല്ലേ. ഇതൊക്കെ ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ ആശംസ പറയാൻ വേണ്ടി മാത്രം വരുന്ന ചില ആൾക്കാരുണ്ട്, അവരെ പിടിക്കണമല്ലോ. എല്ലാം എനിവേ, കർത്താവിൻ്റെ വലിയ കരുണയാൽ ഞാൻ വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മറിഞ്ഞോരം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. ഇന്ന് എനിക്ക് വേണ്ടി നന്മറിഞ്ഞ് ചൊല്ലിയാൽ അത് സ്വാർത്ഥതയായി തോന്നുന്നു. എനിക്ക് വേണ്ടി നാളെ ചൊല്ലിയാൽ മതി കേട്ടോ. നിങ്ങൾ പറഞ്ഞ തന്നെ ചൊല്ലിക്കോ. എല്ലാം ഇന്ന് നമുക്ക് ശരിക്കും നല്ല PDM പ്രദേശ് ക്രിസ്മസ് സെലിബ്രേഷൻ വേണ്ടി ഒരു സ്കിറ്റ് അവതരിപ്പിച്ചപ്പോൾ ഇന്നത്തെ ലോകത്തിൻ്റെ ട്രെൻഡ് ഈശോ ഇല്ലാത്തൊരു ക്രിസ്മസിലേക്ക് മൂവ് ചെയ്യാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഈശോയിലേക്ക് വരണമല്ലോ, ഈശോയിലേക്ക് വരണമല്ലോ. അതാണല്ലോ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു നിയോഗം വെച്ചൊരു നന്മറിഞ്ഞവരെ ഞങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുക അല്ലേ. സകല മനുഷ്യരും കർത്താവിൻ്റെ രക്ഷ കാണട്ടെ എന്നുള്ളതാണല്ലോ. യോഹന്നാൻ 1:14 വചനം മാംസമായി അവതരിച്ചു അല്ലേ. എല്ലാ മഹത്വവും ഈശോയുള്ള മഹത്വം മുഴുവൻ ദർശിക്കുകയാണല്ലോ. ആ വചനങ്ങളൊക്കെ നമുക്ക് ഓർക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും, എല്ലാ മനുഷ്യരും ഈശോയാകുന്ന രക്ഷ കാണണം. നമുക്ക് പ്രാർത്ഥിക്കാന്നേ, നമ്മുടെ ഒരു ആഗ്രഹമല്ലേ, സ്വർഗത്തിൻ്റെ ആഗ്രഹമാണല്ലോ. അതിന് നന്മറിഞ്ഞ് ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ വേറൊരു സന്തോഷ വാർത്ത, കുട്ടികളെ നിങ്ങൾക്ക് സന്തോഷ വാർത്ത വേവാ ഓടിവാ. അതായത് അങ്ങനെ ജനുവരി 1 തീയതി മുതൽ 4 തീയതി വരെ നമ്മുടെ വാഴക്കുളത്ത് അഭിഷേകം നിശ്ചയിച്ചതിന് അവിടെ പെട്ടെന്നൊരു ധ്യാനം വെച്ചിട്ടുണ്ട്. അത് 8, 9, 10 ടീൻസിന് വേണ്ടിയുള്ള ധ്യാനമാണ്. ചൂടപ്പം പോലെ ടിക്കറ്റ് ബുക്കിംഗ് തീരും. അപ്പോൾ അതുകൊണ്ട് നാളെ രാവിലെ 9 മണിക്ക് പോകുമ്പോൾ ഓഫീസ് തുറക്കുമ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്ത് വാഴക്കുളത്ത് വെച്ചിട്ടാണ് കേട്ടോ. ധ്യാനം കൂടണം കേട്ടോ. ക്രിസ്മസ് കഴിഞ്ഞൊരു ധ്യാനം കൂടി, പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പോൾ ഒരു ധ്യാനം കൂടി ബെസ്റ്റ് അങ്ങോട്ടാണ് കേട്ടോ. കുട്ടികളെല്ലാം വേഗം പോരെ കേട്ടോ. അങ്ങനെ വിശേഷങ്ങൾ. എന്നാൽ പിന്നെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നന്മറിഞ്ഞവരെയും ചൊല്ലി അങ്ങ് പ്രാർത്ഥിക്കാം അല്ലേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ലൂക്ക 2:17. ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 2:17. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇനി മുതൽ എന്താണ് ചെയ്യേണ്ടത്, ഇന്നു മുതൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിന് തന്നെ പറയുമ്പോൾ സഹോദരൻ, അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. ഇതാണ് വചനം. ആരാണ് കഥാപാത്രം എന്നൊക്കെ ആട്ടിടയന്മാരാണ്. ആട്ടിടയന്മാർ എന്തൊരു ചുറുചുറക്ക. രാത്രി ആടിനെ കാത്തോണ്ടിരുന്ന ഇടയന്മാരോടാണ് ഈശോ പറയണത്. ഇപ്പോൾ കുടുംബം നിങ്ങൾ കാത്തോണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈശോ ദൂതന്മാരായിരിക്കും. അപ്പോൾ ഞാനൊരു വൈദികൻ എന്നതിൽ ആത്മാക്കളെ കാക്കുന്ന ആളാണെങ്കിൽ ഈശോ ദൂതനായിരിക്കും. ഈശോയുടെ ഒരു പ്രത്യേക സംഭവം ഉണ്ടാകും. ഇത് അങ്ങനെയാണ്. എന്നിട്ട് അവർ എത്ര ആക്റ്റീവാണെന്ന് ചോദിക്കുക. അവർ ആ വാർത്ത കേട്ട് ടക്ക് എന്ന് പറഞ്ഞിട്ട് പോയി ചെല്ലുക. 1 മിനിറ്റ് താമസിച്ചായിരുന്നെങ്കിൽ സംഗതി യേശു പിതാവ് മാതാവ് വേറെ വഴിക്ക് പോയാൽ അല്ലേ. എന്നിട്ട് അത് കണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ഇത്ര ക്യുക്കാന്ന് നോക്കിയേ. ദ അർജൻസി ഓഫ് ഇവാഞ്ചലൈസേഷൻ എന്ന് മറ്റേ മാർപ്പാപ്പൊക്കെ പറയുന്ന പോലെ ഇതൊക്കെയുള്ള പറഞ്ഞ കാര്യങ്ങൾ പോലെയൊക്കെ ഉള്ളതുപോലെ. എന്നിട്ട് അവർ വേഗം അടുത്ത് അനന്തരം പെട്ടെന്ന് തന്നെ തങ്ങളോട് പറയപ്പെട്ട ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ വേഗം അറിയിക്കുക. അതുകൊണ്ട് ഹറിയപ്പ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചില ഓഫറുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലോ, ഹറിയപ്പ് തീരും എന്നൊക്കെ പറഞ്ഞിട്ട്. വെറുതെയാണെന്നാലും പക്ഷേ ഇതിവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയങ്കര ഒരു അർജൻറ്റിൻ്റെ കാലഘട്ടമാണ്. അതായത് ഈശോ 2ാമത്തെ ആഗമനത്തിന് വേണ്ടിയിട്ട് പ്രപഞ്ചം ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ത്വരിതപ്പെടുത്തണമെന്നുള്ള പ്രാർത്ഥനകളൊക്കെ മാറാനാത്തല്ല, കർത്താവ് വേഗം വരണമേ എന്നൊക്കെയുള്ള പിന്നെ നമ്മുടെ പത്രോസിന്റെ ലേഖനത്തൊക്കെയുള്ള വാർത്തകൾ വചനങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നാണെന്നറിയാമോ, നമുക്കിനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ശിശുവിനെ കുറിച്ച്. ഇപ്പം നിങ്ങൾ ക്രിസ്മസിന് എത്രമാത്രം പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടു. ഞായറാഴ്ച പള്ളിയിൽ അല്ലെ, എന്നാലും ഞായറാഴ്ച അല്ല, ക്രിസ്മസിൻ്റെ ആ കുർബാനയുടെ പ്രസംഗങ്ങൾ കുറച്ച് പേർക്ക് ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കേട്ടു. എന്തുമാത്രം കാര്യങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ മീഡിയ ആയതിലൂടെ പല കാര്യം. ഇതെല്ലാം നമ്മുടെ ശിശുവിനെ കുറിച്ച് എന്തുമാത്രം കാര്യങ്ങൾ കേട്ടു.
ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശിശുവിനെ വിഴുങ്ങിക്കളയാൻ വേണ്ടിയിട്ട് സർപ്പം നിൽക്കുകയാണ്. വെളിപാട് പുസ്തകത്തിൽ കണ്ടിട്ടില്ലേ അല്ലേ? ഈശോനെ വിഴുങ്ങുകയാണ്. ഈശോനെ വിഴുങ്ങാൻ പിന്നെ സർപ്പത്തെയല്ലേ കാണുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഈശോനെ ഇല്ലാതാക്കാം. ഈശോനെ നമ്മൾ ഉയർത്തണം. അതുകൊണ്ട് ഇത് ആരോടെങ്കിലും ഒരു ദിവസങ്ങളിൽ പറയാതെ നിങ്ങൾ കിടന്നുറങ്ങരുത്. യേശുവിനെ കുറിച്ച്, ഈശോയെക്കുറിച്ച് ഒരാളോട് സംസാരിക്കാതെ ഒരു ദിവസം രാത്രി ഉറങ്ങാൻ ഇടവരുത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഇപ്പോൾ പട്ടത്തിൻ്റെ സമയമാണല്ലോ, പ്രദേശമൊക്കെ എല്ലാം പട്ടത്തിൻ്റെ ഇതൊക്കെ അറിയാം. ഞാനന്ന് ആത്മീയ ജ്ഞാനത്തിൽ എഴുതിയൊരു കാര്യമാണ്. പക്ഷെ ഞാൻ ഓർക്കാതെ ചാവറപിതാവ് എഴുതിയിരുന്നത് പിന്നീട് ഞാൻ വായിക്കാൻ ഇടവരെയാണ്. അതായത് ഉറങ്ങാനിടവരെ യേശുവിനെ കുറിച്ച് പറയണം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. മനസ്സിലാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ആധ്യാത്മികതയിലേക്ക് വേണം. അതൊക്കെ എങ്ങനെ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നടക്കുകയില്ല. അങ്ങോട്ട് ഇറങ്ങി തുടങ്ങുക. നീന്തൽ പഠിക്കാൻ വേണ്ടി എങ്ങനെ പുഴയിലിറങ്ങാൻ വെച്ചാൽ അവിടെ കരക്കിരിക്കുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതങ്ങ് പറഞ്ഞങ്ങോട്ട് തുടങ്ങുക. നമുക്ക് ഗ്രാമർ യേശുവിനെ കുറിച്ച് എന്തെങ്കിലും കാര്യം ആരോടെങ്കിലുമൊക്കെ പറയുക. സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും രാത്രി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് ഇതായിരിക്കണം നിങ്ങൾ ക്രിസ്മസിനുള്ള ഒരു ദൂതായിട്ട് കർത്താവ് ഏറ്റെടുക്കട്ടെ കേട്ടോ. പ്രത്യേകം അനുഗ്രഹിക്കുന്ന കൂടെയുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി പുതുവർഷത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് ഒരുങ്ങാം. ഈ ദിവസങ്ങളിൽ ഇനി കുഞ്ഞു പൈതങ്ങളുടെ തിരുനാൾ വരുന്നു, തിരുക്കുടുംബത്തിൻ്റെ ഫീസ്റ്റ് വരുന്നു. പിന്നെ ഒരുപാട് പട്ടങ്ങൾ 4 മുതൽ തിരുപ്പട്ടമാണ്. അപ്പം നിങ്ങളെപ്പോഴും പട്ടം സ്വീകരിക്കുമ്പോൾ നമ്മളിരിക്കുന്ന അച്ഛന്മാരാണേ, എല്ലാവരും തന്നെ നമ്മൾ ധ്യാനം കൂടിയവരാണ്. എങ്ങനെ പോയാലും ഒരു 90% ഞാൻ വിചാരിക്കുക, 85-90% ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പിള്ളേരാണ്, അച്ഛന്മാരാകാൻ പോകണം കേട്ടോ. അവർക്കെല്ലാം വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. എന്നാൽ പിന്നെ നിർത്താൻ തോന്നുന്നില്ല. എന്നാലും ബലം പിടിച്ച് നിർത്തിയേക്കാം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തുതിക്കാം, നന്നായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവെ, വലിയ കുടുംബ കൂട്ടായ്മയിൽ ഞങ്ങൾ പരസ്പരം ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞങ്ങൾ തന്നെ നേർന്ന് കർത്താവായ ദൈവമേ, ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുമ്പോൾ എൻ്റെ പിതാവേ, ഇവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. കാരണം ക്രിസ്മസ് അല്ലേ കർത്താവേ, ഈ ആശീർവാദം കൊടുക്കുന്ന സമയത്ത് കരുതി എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് സ്വർഗത്തിൽ നിന്ന് കൊടുക്കണം കർത്താവ്. പൈശാചിശക്തികൾ ഈശോനെ നമുക്ക് ബന്ധിക്കും, നിത്യാത്മയിലേക്ക് ബന്ധിക്കും. സ്വർഗത്തിൽ നിന്ന് ഒരു ആശീർവാദ സ്വർഗത്തിൽ ഗിഫ്റ്റ് ഓരോരുത്തരുടെ ഹൃദയത്തിൽ വന്നെന്നറിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെയുണ്ട്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.